ഒരു ദിവസം 1.5 മണിക്കൂർ കൊണ്ട് ഒരു പ്രാവശ്യം ഭൂമിയെ കറങ്ങും. ഈ ഭൂമി കറങ്ങുമ്പോൾ ഭൂമിയുടെ കൂടെ ആ വായു കറങ്ങുന്നില്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴേ കാറ്റടിച്ച് പോയിട്ടുണ്ടാവും ഒരു റോക്കറ്റ്. ഇതിനനുസരിച്ച് വ്യത്യസ്തമായിട്ട് ഓരോ ലെയർ കഴിഞ്ഞ് അതിനെ താഴത്തേക്ക് ഇടും. ഇത് കടലിലേക്ക് പോകുമ്പോൾ കടലിൽ വീഴും. ഇത് താഴെ വീഴുന്ന കൃത്യം കടലിൽ തന്നെ ആയിരിക്കും. നെല്ലിന് ഞാൻ കൃഷി നടക്കുന്ന സമയത്ത് അവിടെ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ആ ഇലക്ക് കുറച്ചൊരു വാട്ടം ഉണ്ടാവില്ലേ, അതുപോലും കണ്ടുപിടിക്കാവുന്ന സാറ്റലൈറ്റ് ഇപ്പം നമ്മുടെ കയ്യിൽ. ആദ്യമായിട്ട് സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കേരളത്തിലെ തെങ്ങുകൾക്കുള്ള രോഗം കണ്ടുപിടിക്കാം. റോക്കറ്റ് സയൻസ്, കെമിസ്ട്രി ആൻഡ് എഞ്ചിനീയറിംഗ് ബിഹൈൻഡ് ദ റോക്കറ്റ്സ്. ഒരു റോക്കറ്റിൽ നമ്മൾ സാറ്റലൈറ്റും അതും ഇതൊക്കെ മുകളിലേക്ക് കയറ്റി വിടുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ബാക്കി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സൊക്കെ എങ്ങനെയാണ്? ഓരോ സാറ്റലൈറ്റ് എന്നാണ് പറയാൻ. സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്നത് ഒരു 200 കിലോമീറ്റർ ഹൈറ്റിൽ. ഈ നമ്മൾ റോക്കറ്റ് വിടുന്നത് ഒന്നുകിൽ സ്പേസ് ഷട്ടിലേക്ക്, അതിലാണിപ്പം സുനിത വില്യംസോ പോകുന്നത്. അതിന് മുകളിൽ ഒരു 200 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ അത് ഭൂമി കറങ്ങുന്നതിന് ചുറ്റും പതുക്കെ പോയിട്ട് കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്താൻ പറ്റും. അത് അപ്പർ അറ്റ്മോസ്ഫിയർ ആണ്. അതിനും മുകളിൽ നമ്മുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് 140 കിലോമീറ്ററാണ്. 140 കിലോമീറ്ററിൽ എന്ത് വെച്ചാലും അത് താഴത്തേക്ക് വരും. അന്തരീക്ഷം എന്ന് പറയുന്നത് ഭൂമിയുടെ ഭാഗം തന്നെയാണ്. ആകാശം വരെ, ആകാശം വരെ, ആകാശത്തും കുറച്ച് മുകളിലാണ്. ഈ ഭൂമി കറങ്ങുമ്പോൾ ഭൂമിയുടെ കൂടെ ആ വായു കറങ്ങുന്നില്ലെങ്കിൽ, അന്തരീക്ഷം കറങ്ങുന്നില്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴേ കാറ്റടിച്ച് പോയിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭൂമി കറങ്ങുമ്പോൾ എന്ത് കറങ്ങുന്നുണ്ട്? അതിൻ്റെ കൂടെയുള്ള അന്തരീക്ഷവും കൂടി കറങ്ങുന്നുണ്ട്. അപ്പം നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഭൂമി മാത്രമല്ല, ആ അന്തരീക്ഷവും കൂടിയാണ്. നമ്മളതിൻ്റെ ഭാഗമാണ്, നമ്മളും ഭൂമിയുടെ ഭാഗമാണ്. ആ ഒരു കൺസെപ്റ്റിൽ ഈ അന്തരീക്ഷത്തിന് വെളിയിൽ പോയാൽ ഏത് സാധനത്തെയും നമുക്കത് നിർത്താൻ പറ്റും. കാരണം അതിന് ഈ ഭൂമിയുടെ കറക്കവുമായിട്ടൊരു ബന്ധമില്ല. അതൊരു സാറ്റലൈറ്റ് ആയിട്ട് മാറും അല്ലേ? അതൊരു സാറ്റലൈറ്റ്. അതിന് മുമ്പ് ആണെങ്കിൽ അത് താഴത്തോട്ട് വരും. അപ്പോൾ എപ്പോഴാണ് ഈ 140 കിലോമീറ്ററിന് പുറത്തേക്ക് ഞാൻ എങ്ങനെ അയക്കും എന്നുള്ളതാണ്. ഇപ്പോൾ റോക്കറ്റ് വിക്ഷേപണം എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമാണ്, പക്ഷെ എങ്ങനെയാണ് നടത്താന്ന് അറിയണം. ഇപ്പം എനിക്ക് ഇതിന് നേരെ മുകളിലുള്ള ഒരു ബൾബിനെ ഞാൻ എറിയണമെന്ന് വിചാരിക്കും. ഇവിടെ നിന്നിട്ടൊരു കല്ല് നേരെ എറിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട് എൻ്റെ ഫോഴ്സിന്. ഞാൻ കുറച്ച് പിന്നാലെ നിന്നിട്ട് ഒന്ന് ചെരിഞ്ഞെറിഞ്ഞാൽ കൃത്യമായിട്ട് കൊള്ളും. ഇതിനെ ട്രജക്റ്റൈൽ മോഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ ഭൂമിയുടെ മുകളിൽ എനിക്ക് ഇവിടുന്ന് തെക്കോട്ട്, ഇപ്പം നമ്മൾ കൊച്ചിയിലാണ്, കൊച്ചി എന്നൊരു സാധനം നേരെ ഹൈറ്റിൽ എറിഞ്ഞാൽ അത് കോട്ടയം വരെ വീഴും അല്ലേ? തെക്കോട്ടേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം പോയി വീഴും. അതിനേക്കാളും ഫോഴ്സിൽ എറിഞ്ഞാൽ അവിടെ പോയി വീഴും തിരുവനന്തപുരം പോയി വീഴും. അതിനേക്കാളും ഫോഴ്സിൽ എറിഞ്ഞാൽ അവിടെ പോയി വീഴും ശ്രീലങ്കയിൽ പോയി വീഴും. അതിനേക്കാളും ഫോഴ്സിൽ എറിഞ്ഞാൽ അവിടെ പോയി വീഴും ഓസ്ട്രേലിയയുടെ തീരത്ത് എവിടെയെങ്കിലും വീഴും. അതിനേക്കാളും ഫോഴ്സിൽ എറിഞ്ഞാൽ എന്ത് വിടും? അത് ഭൂമിയുടെ പുറത്തേക്ക്. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഇവിടുന്ന് എറിഞ്ഞു വീഴുന്നതാണ് നമ്മൾ ഈ റോക്കറ്റ് പോകുന്ന സമയത്ത് കാണുന്ന ട്രജക്റ്റൈൽ മോഷൻ. അല്ലാതെ ഒരിക്കലും 140 കിലോമീറ്റർ മുകളിൽ ഒരു റോക്കറ്റിനും അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയാണ് എറിയുക. അങ്ങനെ എറിയുന്ന സമയത്ത് ഇപ്പൊ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് അങ്ങനെ എറിയുമ്പോൾ അത് ഭൂമിയുടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 140 കിലോമീറ്ററിന് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു റോക്കറ്റും ആവശ്യമില്ല, അതിങ്ങനെ കറങ്ങിക്കോളും. ഭൂമിയുടെ ഗ്രാവിറ്റിനെ ഗ്രാവിറ്റി കുറേ ഉണ്ട്. മൂണിലും ഗ്രാവിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് മൂൺ നമ്മുടെ ചുറ്റുന്നത്. പക്ഷെ ഈ 140 കിലോമീറ്ററിന് പുറത്തു പോയി കഴിഞ്ഞാൽ 140 കൃത്യമല്ല, 142 ആവഹ പ്രവഹ ഉദ്വഹ സ്ഥത പരിപൂർവകൗ വാഹു നമ്മുടെ പല സിദ്ധാന്തത്തിലും പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പൊ ഇതിന് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും? ആകൃഷ്ടി ശക്തി സ്തുമഹീതയായത്ഘസ്ത്വം സാഭിമുഖം സ്വശക്തിയ എന്നാണ്. എന്നെ ഒരാൾ അങ്ങോട്ട് വലിക്കുന്നു, ഒരാൾ ഇങ്ങോട്ട് വലിക്കുന്നു, ഒരാൾ അങ്ങോട്ട് വലിക്കുന്നു, ഞാൻ എങ്ങോട്ട് പോകും? അവിടെ അല്ല, ആ ഒരു റിസൾട്ടന്റ് മോഷൻ. ഈ വലിക്കുന്നാളും ഈ വലിക്കുന്നാളും ഈ വലിക്കുന്നാളും ഒക്കെ മൂവ് ചെയ്യുന്നവരാണ്. അപ്പൊ ഞാൻ ആ ഒരു വഴിയിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഒരാൾ ആകർഷിക്കുന്നു, മറ്റേയാൾ ആകർഷിക്കുന്നു, മറ്റേയാൾ ആകർഷിക്കുന്നു. അങ്ങനെ സൂര്യൻ്റെയും ഭൂമിയുടെയും ഗ്രഹങ്ങളുടെയും ചന്ദ്രൻ്റെയും ഒക്കെ ആകർഷണത്തിൻ്റെ റിസൾട്ടന്റ് ഗ്രാവിറ്റിക്ക് ക്യാപിറ്റൽ G, യൂണിവേഴ്സൽ ഗ്രാവിറ്റി എന്നാണ് പറയാം. അപ്പം ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട്, ഞാൻ ഇടുന്ന സാധനത്തിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് അതിന് ഒരു ഹൈറ്റിൽ പോയാൽ സെറ്റിൽ ചെയ്യാൻ പറ്റും. ഒരു ഫോഴ്സും ആവശ്യമില്ല. പിന്നെ അതിനകത്ത് നമ്മൾ ക്യാമറയാണ് ഇടുന്നത്. ആ ക്യാമറ ചിലപ്പം വളരെ കൂടുതൽ ഹൈറ്റ് ആണെങ്കിൽ ഹോൾ എർത്തിൻ്റെ പടെടുക്കാൻ പറ്റും. അതിനെയാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയാം. കാരണം നമ്മുടെ ജിയോ സ്റ്റേഷനറി എന്നാൽ എർത്ത് മൂവ് ചെയ്യുന്ന അതേ സ്പീഡിൽ ഇതും മൂവ് ചെയ്യണം. അപ്പം എപ്പോഴും ഇന്ത്യയുടെ മുകളിലാണ് ഉണ്ടാവുക. അങ്ങനെ എപ്പോഴും ഇന്ത്യയുടെ മുകളിൽ ഉണ്ടാവുമ്പോൾ ഇവിടുത്തെ ക്ലൗഡിൻ്റെ മോഷൻസ് പറ്റും. നമ്മുടെ ഈ ടെലികമ്മ്യൂണിക്കേഷനൊക്കെ
സാറ്റലൈറ്റ് വഴിയാന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ കാശ്മീരിൽ നിന്ന് ഹലോ എന്ന് പറയുമ്പോൾ മുകളിലിരിക്കുന്ന സാറ്റലൈറ്റ് കേട്ടിട്ട് അത് കന്യാകുമാരിയിലേക്ക് ചെയ്യണം. ഇപ്പം ഞാൻ അമേരിക്കയിലേക്ക് ചെയ്യുമ്പോഴോ ഇവിടുന്ന് നേരെ ആ കണക്ട് ചെയ്തിട്ട് അത് ഹോങ്കോങ് പോയി അവിടുത്തെ സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേറെ സാറ്റലൈറ്റ് ഉണ്ടാവും. അവർ അടുത്തടുത്തേക്ക് മാറ്റിയിട്ട് അങ്ങനെ 4 സാറ്റലൈറ്റ് കടന്നിട്ടാണ് ചിലപ്പോൾ അമേരിക്കയിലേക്ക് എത്തുക. പണ്ട് കാലത്ത് ഗൾഫ് രാജ്യങ്ങളിലെ സാറ്റലൈറ്റ് കേടായപ്പോൾ നമ്മുടെ സാറ്റലൈറ്റ് കേടായപ്പോൾ നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. കാരണം അവരുടെ സാറ്റലൈറ്റ് നമ്മുടെ കുറേ ഭാഗമൊക്കെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ അറബ്സാറ്റ് ഉപയോഗിച്ചിരുന്നു, നമ്മൾ ഇൻസാറ്റ് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കും. ഇതൊക്കെയാണ് എല്ലാ ടെലികമ്മ്യൂണിക്കേഷനും വെതർ പ്രിഡിക്ഷനും ഒക്കെ ഉപയോഗിക്കുന്നത്. വെതറിന് ഒരു മേഘം ഇവിടുന്ന് ഇവിടത്തേക്ക് മൂവ് ചെയ്യുന്നു, ഏത് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്, ഈ മേഘം ഇവിടത്തേക്ക് മൂവ് ചെയ്യുന്നു, അത് തമ്മിൽ എപ്പോഴാണ് ഇടിക്കുക, അത് എവിടെയാണ് ഇടിക്കുക, അതുകൊണ്ട് എവിടെയാണ് മഴ പെയ്യുക. ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ സ്ഥിരമായിട്ട് അതിനെ നോക്കിക്കാണണം. അതുപോലെ ഷിപ്പ് പോകുന്ന സമയത്ത് അലാം ഉണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് അപകടം പറ്റിയാൽ ഉടനെ അലാം കൊടുത്തു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് പറയും ഇന്ന സ്ഥലത്ത് ഈ ഷിപ്പ് കേടായിട്ടുണ്ടെന്ന്. അതിനുള്ള അലാം പിന്നെ കൊടുക്കുന്നത്. അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇൻസാറ്റ് സാറ്റലൈറ്റ് ഞാനൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് ആണ്. അതെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ 800 കിലോമീറ്ററിലൊക്കെയാണ് ഞാനുള്ള കാലത്ത്. കാരണം ആ സാറ്റലൈറ്റിന് ഇലക്ട്രോണിക്സിന് അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ 20 കൊല്ലം കഴിഞ്ഞ് റിട്ടയർ ആകുമ്പോഴത്തേക്കും സാറ്റലൈറ്റ് 800-ൽ നിന്ന് 500-ലേക്ക് കൊണ്ടുവരാൻ പറ്റി. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സിന് അത്രയും ഡെവലപ്മെന്റ് ഉണ്ട്. വെയിറ്റ് കുറഞ്ഞാൽ ഭൂമിയുടെ അടുത്തേക്ക് കൊണ്ടുവെക്കാം. അടുത്ത് കാണുമ്പോഴത്തേക്കും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണും. ഞങ്ങൾ പണ്ട് ചെയ്ത സമയത്ത് ഒരു റോഡൊന്നും കൃത്യമായിട്ട് കാണില്ല. അതേ സമയത്ത് റെയിൽ വളരെ നീളമുള്ളതായതുകൊണ്ട് കാണാൻ പറ്റും. വലിയ ബിൽഡിംഗ് കാണാൻ പറ്റും. ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഓരോ ഡ്രെയിനേജും അവിടെ ലീക്ക് ഉണ്ടോ ഇല്ലയോ, അടപ്പടച്ചിട്ടുണ്ടോ തുറന്നിട്ടുണ്ടോ ഇതുപോലും കാണാൻ പറ്റും. ഇതിപ്പം ഈ ഒരു സാറ്റലൈറ്റ് ഭൂമിയോട് എത്രമാത്രം ക്ലോസർ ആയിരിക്കും? അതാ പറഞ്ഞത് 500 കിലോമീറ്റർ. 500 കിലോമീറ്റർ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണ ക്യാമറ പോലെയല്ല. ആ ക്യാമറയുടെ ഫോക്കൽ ലെങ്ത് നമ്മൾ ഉപയോഗിക്കുന്നത് 35 mm എന്ന് പറഞ്ഞാൽ 35 mm ആണ് ഫോക്കൽ ലെങ്ത്. നമ്മൾ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത് 3 മീറ്റർ ആണ്. 3 മീറ്റർ. അപ്പം നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ഇരിക്കുന്ന മുറിയുടെ വലുപ്പമാണ്. ആ വലുപ്പത്തിൽ ആ ഭാഗത്താണ് ലെൻസ് ഉണ്ടാവുക. ഈ ചുമരിൻ്റെ മുകളിലായിരിക്കും ഒരു മാട്രിക്സ് പോലെ നമ്മുടെ ജനലിൻ്റെ ഒക്കെ പാളി പോലെ. അത് ഡിജിറ്റലായിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വരുന്നത്. അതിനെ നമ്മൾ പേജിങ് വെച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള കളർ വെച്ചിട്ട് മൾട്ടി സ്പെക്ട്രൽ ഡിഫറെൻറ്റ് കളറ്, അതിനകത്ത് ഒരു ഇല പച്ചയാണോ കളറ്, മഞ്ഞ ആവാൻ പോകുന്നതാണോ, ഇതുപോലും കണ്ടുപിടിക്കാനുള്ള മൾട്ടി സ്പെക്ട്രൽ. ഇപ്പം നെല്ലിന് ഞാൻ കൃഷി നടക്കുന്ന സമയത്ത് അവിടെ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ആ ഇലക്ക് കുറച്ചൊരു വാട്ടം ഉണ്ടാവില്ലേ, അതുപോലും കണ്ടുപിടിക്കാവുന്ന സാറ്റലൈറ്റ് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. അത് ഈ കാണുന്നൊന്നും ക്ലിയർ അല്ല. കാരണം 140 കിലോമീറ്ററോളം അറ്റ്മോസ്ഫിയറിലെ പൊല്യൂഷനും ഈ കാണുന്ന പ്രശ്നങ്ങളും നമ്മൾ വിസിബിൾ അല്ലാത്തതും നമ്മളിവിടുന്ന് കുറേ ദൂരം പടം എടുത്താലും പോലും കാണൂലല്ലോ. അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യും. ആ ഇമേജ് പ്രോസസ്സിംഗ് ആണ് എൻ്റെയൊക്കെ എക്സ്പെർട്ടൈസ്. അപ്പോൾ ഏത് മോശം ഇമേജ് കിട്ടിയാലും അതിനെ വെളുപ്പിക്കാനും നന്നാക്കാനും ഒക്കെ പറ്റുന്ന ഇമേജ് പ്രോസസ്സിംഗ് ആണ്. ഞാൻ അതിന് സോഫ്റ്റ്വെയർ എഴുതിയിട്ടുള്ള ആളാണ്. അതാണ് എൻ്റെ പണി. അപ്പോൾ ഈ റോക്കറ്റിൽ മുകളിൽ വെക്കുന്നത് ഇത്തരം സാറ്റലൈറ്റുകളാണ്. അത് ജിയോ സ്റ്റേഷനറി ആണെങ്കിൽ 36,000 കിലോമീറ്റർ, റിമോട്ട് സെൻസിങ് ആണെങ്കിൽ 800. ഇതിനനുസരിച്ച് ഞാൻ ഉപയോഗിക്കുന്നത് GSLV ആണോ, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, ഏതാണ് വേണ്ടത് തീരുമാനിക്കും. അപ്പോൾ റോക്കറ്റ് പോകുന്നതിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു, അതിൽ ഏത് തരത്തിലാണ് ഫ്യൂവൽ. അപ്പോൾ ഇതിന് ഡിഫറെൻറ്റ് സ്റ്റേജുകളാണ്. കാരണം ഈ ഹോൾ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു 16 നില അപ്പാർട്ട്മെന്റിന്റെ വലിപ്പമുണ്ടാവും. അതിൽ ഒരു റോക്കറ്റ്, അതിൽ വ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീടിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും ഉള്ളതാണ് ഇതിന്റെ വ്യാസം. അപ്പൊ അതിനകത്ത് കംപ്ലീറ്റ് ഫ്യൂവൽസ് ആണ്. ആ ഫ്യൂവല് വ്യത്യസ്തമായ ഫ്യൂവലാണ്. ഒന്ന് കംപ്ലീറ്റ് സോളിഡ് സ്റ്റേറ്റ്, അതാണ് സോളിഡ് സ്റ്റേറ്റ് പ്രൊപ്പല്ലന്റ്. അതിന് കുറച്ചും കൂടി വെയിറ്റ് കൂടുതലാണ്, പക്ഷെ ഇത് പ്രഷർ കുറവാണ്, അപ്പോൾ സ്പീഡ് കുറവാണ്. അപ്പൊ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന്റെ താഴത്തൊക്കെ സൈഡിലൊക്കെ ബൂസ്റ്റേഴ്സ് ഉണ്ടാവും. അത് വീഴുന്നതിന് വെച്ചാൽ എനിക്ക് ഇങ്ങോട്ട് തിരിക്കണമെങ്കിൽ ഈ ഭാഗത്തുള്ള ഓഫാക്കി ഇവിടെ മാത്രം. ഈ 140 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ട് ക്രയോജനിക് എഞ്ചിനാണ്. അത് പിന്നെ ലിക്വിഡ് നൈട്രജൻ ഒക്കെയാണ്. അത് കൂളന്റ്, അപ്പൊ ബ്ലാസ്റ്റ് ചെയ്യും പെട്ടെന്ന്. ഇതിനനുസരിച്ച് വ്യത്യസ്തമായിട്ട് ഓരോ ലെയർ കഴിഞ്ഞ് അതിനെ താഴത്തേക്ക് ഇടും. ഇത് കടലിലേക്ക് പോകുമ്പോൾ കടലിൽ വീഴും. അത് അവിടെ നിന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് പിന്നെയും റീയൂസ് ചെയ്യും. ഇത് താഴെ വീഴുന്ന കൃത്യം കടലിൽ തന്നെ ആയിരിക്കും.
ഈ ട്രജക്ടറി ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ ബോട്ടും ഷിപ്പും ഒന്നും പോവാതെ ഇപ്പൊ ശ്രീഹരിക്കോട്ടയിലൊക്കെ ആണെങ്കിൽ ലോഞ്ച് വെഹിക്കിള് ഇങ്ങനെ ആയിട്ടാണ് നമ്മൾ സെറ്റിൽ ചെയ്യുക. ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നേരെ മുകളിലോട്ടാക്കി ഇത് റെഡിയാക്കി ഇവിടെ തീ കൊടുക്കുന്ന സമയത്ത് ആ ഭാഗം ഫുൾ കത്തും. അപ്പൊ അവിടെ കംപ്ലീറ്റ് ലിക്വിഡ് വെച്ച് കുളം പോലെ ഒരു സ്ഥലത്ത് ഇൻസുലേറ്റ് ചെയ്ത് ആൾക്കാരെയൊക്കെ മാറ്റി അവിടുന്ന് ഒരു 6 കിലോമീറ്റർ ദൂരെ നിന്നാണ് ഇതിനെ മോണിറ്റർ ചെയ്യുന്നതും ഇലക്ട്രോണിക്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോഴാണ് ഈ കൗണ്ട് ഡൗൺ ഒക്കെ തുടങ്ങുന്നത്. അപ്പൊ ആ സമയത്ത് ആ ഏരിയ ഫുൾ ഫിഷർമെനും ആൾക്കാരൊക്കെ ഉള്ളതാണ്. അവരൊക്കെ വെക്കേറ്റ് ചെയ്യിപ്പിക്കും. അതുപോലെ ഈ പോകുന്ന വഴിയിൽ എയർക്രാഫ്റ്റ് പോകരുത്. കാരണം ഇത് പോകുന്ന സമയത്ത് തന്നെ എയർക്രാഫ്റ്റ് പോയാൽ അടിച്ചു കളയും. അപ്പൊ ഇതിനൊക്കെ കലണ്ടേഴ്സ് ഉണ്ട്. അത് എല്ലാവർക്കും നോക്കി കാണാൻ പറ്റുന്നതാണ്. സാറ്റലൈറ്റ് ലോഞ്ച് കലണ്ടേഴ്സ് നോക്കിയാൽ ഇതേപോലെ ലോകത്ത് പലരും ലോഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇതെല്ലാം നേരത്തെ പ്ലാൻഡ് ആയിരിക്കും. ഇത് ഇന്നിപ്പോൾ എനിക്കൊരു 6 മാസം കഴിഞ്ഞിട്ടൊരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ അതിന്റെ കലണ്ടർ ഉണ്ടാക്കി ഇന്റർനാഷണലി അന്യോന്യം ഒരു സഹകരണത്തോടു കൂടി ഞാൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വേറൊരാൾ ലോഞ്ച് ചെയ്യരുത്, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം ഇത് അയക്കാൻ. അപ്പം ഞാൻ ഈ പറയുന്ന ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീട്ടിൻ്റെ വലിപ്പം ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു 2 ബെഡ്റൂമുകളുടെ വലിപ്പം ഒരു 20 by 20 ഫീറ്റാണെന്ന് വിചാരിക്കാം. അതിനകത്തൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുകയൊക്കെ ചെയ്യാം. അത് അഹമ്മദാബാദിലാണ് ഉണ്ടാക്കുന്നത്. ക്യാമറ ഉണ്ടാക്കുന്ന അഹമ്മദാബാദിലാണ്. ഇതിൻ്റെ ക്യാമറ ഹോൾഡ് ചെയ്യാനുള്ള എല്ലാ സിസ്റ്റംസും ഉണ്ടാക്കുന്നത് പിന്നെ ബാംഗ്ലൂർ. ഇതിന്റെ റോക്കറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഫ്യൂവൽ ഉണ്ടാക്കുന്നത് തിരുവനന്തപുരം മഹേന്ദ്ര ഹിൽസ്. റോക്കറ്റിന്റെ കേസ് ഉണ്ടാക്കുന്നത് ഹൈദരാബാദിലെ കമ്പനി ആയിരിക്കും. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ശ്രീഹരിക്കോട്ടെ പോയിട്ടാണ് ഒന്നുകിൽ കിടന്നിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾ പാഡ് ഉണ്ട്, അല്ലെങ്കിൽ നേരെയുള്ളത് തന്നെ ഇവിടെ തന്നെ ഫിക്സ് ചെയ്യും. 2 ലോഞ്ച് പാഡ്. ഈ ക്യാമറയ്ക്കകത്തുള്ള സെൻസർ ക്യാപ്ചർ ചെയ്യുന്ന സെൻസർ അത് ഉണ്ടാക്കുന്നത് ഇതൊക്കെ മിക്കവാറും സ്പെയർ പാർട്ടുകളൊക്കെ നമ്മൾ പലയിടത്തും മേടിക്കുന്നതാണ്. ഏറ്റവും നല്ല കാൾ സൈസ് നിന്നായിരിക്കും, ചിലപ്പോൾ ജർമ്മനിയിൽ നിന്നായിരിക്കും. ഏറ്റവും നല്ല സ്കാനർ എന്ന് പറയുന്നത് ഞാനൊക്കെ പോയിട്ട് ടെസ്റ്റിന് പോയിട്ടുള്ളതൊക്കെ സ്കാനർ ഗ്രാസിലാണ്, വിയന്ന എന്നാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള സ്പെയർ പാർട്ടുകളൊക്കെ മേടിച്ച് അതൊക്കെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സോളാർ പാനൽ ആണ് അതിന്റെ ജീവൻ കൊടുക്കുന്നത്, വിടർന്നു വരും. അതാണ് ഇതിനൊക്കെ നമ്മൾ ഇപ്പൊ ഇതാണ് എൻ്റെ സാറ്റലൈറ്റ് റോക്കറ്റ് എന്ന് വിചാരിക്കാം, ഇതാണ് എൻ്റെ ക്യാമറയുടെ അറ്റം. അപ്പൊ ക്യാമറ താഴത്തോട്ടല്ലേ നോക്കേണ്ടത്. ഞാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ ക്യാമറ ഭൂമിയുടെ പുറത്ത് നോക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ ഓരോ സമയത്തും ക്യാമറ ഇങ്ങനെ ടിൽറ്റ് ചെയ്യണം. അപ്പൊ റോൾ പിച്ച് ചെയ്യാം, ഓരോ സ്ഥലത്തേക്കും ഡയറക്ഷനിലേക്ക് XYZ ഇതിനെ എങ്ങനെ ടിൽറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇവിടെ വന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പൊ അതില് എത്ര ഹൈറ്റിലാണ് അതിന്റെ XYZ, ഇതിന്റെ റോൾ പിച്ച് ചെയ്യുക, ഏത് ഡയറക്ഷനിലാണ്, ഇത് ഓരോ മൈക്രോ സെക്കൻഡിലും മെഷർ ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും. ആ മെഷർമെന്റ് ഒക്കെ നോക്കിയിട്ടാണ് സാറ്റലൈറ്റ് കറക്റ്റ് പാത്തിലാണോ കറക്റ്റ് ആണോ നോക്കുന്നത്, കാണുന്ന സ്ഥലം കറക്റ്റ് ആണോ. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു 60 കിലോമീറ്റർ വീതിയുള്ള ഒരു റിബൺ പോലെ. ആ റിബൺ പോലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇപ്പം സാറ്റലൈറ്റ് ഇങ്ങനെ വരുമല്ലോ, ആ വരുന്ന സമയത്ത് സൗത്തിലേക്കാണ് പോവാം. നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് പോൾ ടു പോളാർ, അതുകൊണ്ടാണ് പോളാർ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. സൺ സിങ്ക്രണൈസ്ഡ് ആണ്. സൺ സിങ്ക്രണൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1.5 മണിക്കൂർ കൊണ്ട് ഒരു പ്രാവശ്യം ഭൂമിയെ കറങ്ങും. അല്ല, അപ്പോൾ ഒരു ഡൗട്ട് വെച്ചിട്ട് നമ്മൾ പോൾ ടു പോൾ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഒരു സൈഡ് മാത്രമല്ലേ കാണുന്നത്? അതെന്ത് വെച്ചാൽ ആ സമയമാകുമ്പോഴത്തേക്കും 1.5 മണിക്കൂർ മുമ്പ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ ആസാമിന്റെ അടുത്തൊരു സ്ട്രിപ്പാന്ന് വിചാരിക്കാം. അപ്പൊ ആ ഭാഗത്ത് ആസാം കൽക്കട്ട വരെ കഴിഞ്ഞ് ബാക്കി കംപ്ലീറ്റ് ബേ ഓഫ് ബംഗാളാണ്. 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചിപ്പുറത്ത് വന്നിട്ട് ഗുജറാത്ത് ഭാഗത്തായിരിക്കും, അതിന്റെ ഇടയിൽ ഗ്യാപ്പ് വരും. നമ്മൾ ഈ അങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക. 1.5 മണിക്കൂർ കൊണ്ട് അത്രയും കറങ്ങുമല്ലോ ഭൂമി, അത്രയല്ലേ ടൈമിന്റെ ഗ്യാപ്പ് ഉള്ളൂ. എങ്ങനെ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് എർത്തിനെ കറങ്ങാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂറേ വേണ്ടു. 1.5 മണിക്കൂർ. അപ്പൊ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അടുത്ത പടെടുക്കും. പക്ഷെ ആ സമയത്തേക്കും നമ്മുടെ സൺലൈറ്റുമായിട്ടുള്ളൊരു ഈ ലൈറ്റ് വെച്ചിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ക്യാമറയിൽ നല്ല പടം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ലൈറ്റ് അടിച്ച് അവിടെ ക്യാമറ വെച്ചു. അതുപോലെ ഈ ക്യാമറ നോക്കുമ്പോൾ സൂര്യരശ്മി എവിടെയാണോ ഉള്ളത് അത് കറക്റ്റായിട്ട് റിഫ്ലക്ഷൻ കിട്ടുമ്പോൾ ഒരു 8:30 മുതൽ 10:30 വരെയുള്ള സമയം മാത്രമേ നല്ല പടം കിട്ടുള്ളൂ രാവിലെ. അതല്ലെങ്കിൽ ഇറേഡിയേഷൻ ആവും, അടിച്ചു പോകും. കംപ്ലീറ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓവർ എക്സ്പോസ്ഡ് ആവും. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ സൺ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ് എന്നൊരു പേരും ഉണ്ട് ഇതിന്, സണ്ണുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ ഈ സമയത്ത് ഇവിടെ എടുക്കും, അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും പാകിസ്ഥാന്റെ പടം എടുക്കും. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കറങ്ങുന്ന സമയത്തേക്ക് നമ്മൾ നേരെ ഒമാന്റെ പടം എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ കറങ്ങുമ്പോഴത്തേക്കും ബ്രിട്ടന്റെ പടം എടുക്കും. അതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കും. അവർക്ക് വേണമെങ്കിൽ നമ്മൾ വിറ്റ് അവർ കാശുണ്ടാക്കും. അങ്ങനെ ഓരോ സ്ട്രിപ്പായി ഒരു പ്രാവശ്യം കറങ്ങി അടുത്ത പ്രാവശ്യം കറങ്ങി 10-16 ദിവസം ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഇന്ത്യയുടെ പടം
കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അത് 60 കിലോമീറ്റർ ആണോ, 30 കിലോമീറ്റർ ആണോ, 20 കിലോമീറ്റർ ആണോ, 10 കിലോമീറ്റർ കുറേ ക്ലീൻ ആയിട്ടാണ് കാണണം. ഹൈ റെസൊല്യൂഷൻ ആകുമ്പോൾ ഫീൽഡ് ഓഫ് വ്യൂ കുറയും. ഓക്കെ. വൈൽഡ് ഫീൽഡ് സെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചാൽ 300 കിലോമീറ്റർ ആയിരിക്കും. സാധാരണഗതിയിൽ വരുന്നത് ഒരു 60 കിലോമീറ്ററിൽ കുറച്ചും കൂടി റെസൊല്യൂഷൻ കൂടിയത്. അതിലും കൂടിയതാണ് ഞാൻ 10 കിലോമീറ്റർ 1 മീറ്റർ റെസൊല്യൂഷൻ. അതിലാണ് നമുക്ക് ഈ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റുക. ഇങ്ങനെയുള്ള സാറ്റലൈറ്റ് ഉണ്ടാക്കുന്നതാണ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്. അപ്പൊ പല ഡിഫറെന്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസിനും നമ്മൾ ഇത് ഉപയോഗിക്കും. ഇപ്പോൾ ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിനെ പറ്റിയിട്ടില്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്, വെതർ ഫോർകാസ്റ്റിനും ടെലികമ്മ്യൂണിക്കേഷനും. ഈ ജിയോ സിങ്ക്രോണസ് എന്ന് പറയുമ്പോൾ അതന്നെയാണ് ജിയോ സിങ്ക്രണൈസ്ഡ് എന്ന് പറഞ്ഞാൽ എർത്തുമായിട്ട് സിങ്ക്രണൈസ്ഡ് ചെയ്തിട്ട്. അതിനാണ് ജിയോ സ്റ്റേഷനറി. 2 പേരുകളാണ്. ഞാനിപ്പോ പോളാർ സാറ്റലൈറ്റിന്റെ പേരാണ് സൺ സിങ്ക്രണൈസ്ഡ്. ജിയോ സ്റ്റേഷനറിയുടെ വേറെ പേരാണ് ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ്. ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്ത ഒരു മലയാളിയാണെന്ന് ആലോചിക്കണം. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അത് പിഷാരടി മാഷ് എന്ന് പറയുന്ന ഒരാൾ PRL ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിയിൽ ആദ്യമായിട്ട് സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കേരളത്തിലെ തെങ്ങുകൾക്കുള്ള രോഗം കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റുമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഹീ ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് റിമോട്ട് സെൻസിങ് ഇൻ ഇന്ത്യ. പിഷാരടി മാഷ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുകയും നല്ല രസികനായിട്ടുള്ള സംഭാഷണം, നന്നായിട്ട് സംസാരിക്കും. ഞാനൊക്കെ വളരെ ക്ലോസ് ആയിട്ട്, എൻ്റെയൊക്കെ ഭാഗ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് തുടങ്ങിയ ഒരാളുടെ ക്ലാസ് കേൾക്കാൻ. എൻ്റെ ആദ്യത്തെ ക്ലാസ് ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിൽ അതായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഓരോരാൾ ചേർന്നിട്ടുള്ള, ഞങ്ങൾ കുറച്ച് സയൻറ്റിസ്റ്റുകൾ, നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? അപ്പോൾ ഓരോരാളും ഈ സെൻറ്ററിൻ്റെ ഡയറക്ടർ ആവണം. അങ്ങനെ ഒരു 3-4 എണ്ണം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് പറ്റുന്നതും വേഗം ക്വിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഇവർക്കൊക്കെ ഡയറക്ടറാണെന്ന് ഞാൻ ക്വിറ്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ രസം പറയാൻ പറ്റുന്ന നമ്മുടെ ഒരു സീനിയർ മോസ്റ്റ് വളരെ കാഷ്വലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കാനും ചോദിക്കാനും മനസ്സിലാക്കാനും ഇങ്ങനെയൊക്കെയാണെന്നും ഉള്ള ഒരു വലിയൊരു സമ്പാദ്യം കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. ഈ സാറ്റലൈറ്റിന്റെ ആയുസ് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? സാറ്റലൈറ്റിന് ആയുസ് അങ്ങനെയില്ല. നിങ്ങളുടെ ക്യാമറയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്യാമറയിൽ ആദ്യം കേടാവുന്ന സംഭവം ഏതാ? ബാറ്ററിയാണ് കേടാവുക. ഷട്ടർ എപ്പോഴും ഓപ്പൺ ആണ്. അവിടെ ക്ലോസും ഓപ്പണും ഒക്കെ ആകുമ്പോഴേ ഷട്ടറിന്റെ മെക്കാനിക്കൽ ഒബ്ജക്റ്റല്ലേ കേടാവും. അപ്പോൾ ബാറ്ററി കേടാവും. അപ്പോൾ ബാറ്ററിക്ക് ഒരു 3 വർഷം, സാധാരണ എല്ലാ ബാറ്ററിക്കും 3 വർഷം ആയുസ് ഉള്ളതുപോലെ ഇതിനും 3 വർഷം ആയുസേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല തമാശ, ഇതൊന്നും ഈ ബാറ്ററി ഉണ്ടായാലേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും പാരാമീറ്റർ മെഷർ ചെയ്യാനും ഡാറ്റ ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അതൊക്കെ പറ്റാത്ത അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അത് ഒരു മരിച്ച സാറ്റലൈറ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ നടക്കും. അപ്പോൾ അത് ശ്മശാനാകും. അങ്ങനെ ആവാതിരിക്കാൻ ചാവുന്നതിന് കുറച്ച് മുമ്പ് അതിന്റെ എക്സാക്ട് പൊസിഷനിൽ കുറേ ദൂരത്തേക്ക് ചാടിക്കും. അപ്പം ഈ ഒരു സാധനത്തിന് വെയിറ്റ് അനുസരിച്ചിട്ടാണ് അവിടെ നിൽക്കുക. അതിന് ഞാൻ ഒന്നിക്കലും താഴത്തേക്കോ പുറത്തേക്കോ കുറച്ചൊന്ന് പുഷ് ചെയ്താൽ ആ സാറ്റലൈറ്റ് എന്ത് ചെയ്യും? പൊടിയായിട്ട് മാറും. കാരണം ഫ്രിക്ഷൻ വരും. ആ പുഷ് ചെയ്യുന്ന ആ ബാറ്ററിയുടെ മാക്സിമം അവസാനത്തെ ഒരു കാലം തീരാറായി എന്ന് തോന്നുന്ന സമയത്ത് നമുക്കറിയാലോ ലൈഫ് എത്രയാണെന്ന്. അതിനെന്ത് വെച്ചാൽ താഴത്തേക്ക് ഒറ്റ വലിവരിക്കുക, അല്ലെങ്കിൽ നേരെ മുകളിലേക്ക് പുഷ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും. കൺട്രോളിൽ റോൾ പിച്ച് ചെയ്യാൻ മാറ്റിയിട്ടും ഒക്കെ അങ്ങനെ ഇങ്ങനെ തിരിക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് താഴത്തോട്ടൊക്കെ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എനിക്കിപ്പം ഇന്നിപ്പോൾ അത്യാവശ്യം കേരളത്തിലൊരു ഫ്ലഡ് വന്നു. ഉടനെ എനിക്ക് ഇപ്പൊ ആസാമിലാണ് ഞാൻ പടം എടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത കറക്കത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അതേപോലെ അതിനെ പുഷ് ചെയ്ത് പുറത്തേക്ക് അയക്കും. ആ ഓർബിറ്റിന്റെ പേരാണ് ഗ്രേവ് യാർഡ് ഓർബിറ്റ്. അതിനൊക്കെ തള്ളി കഴിഞ്ഞാൽ അവിടെ ശ്മശാന ഓർബിറ്റ് ആയിട്ട് അത് പൊടിയാവും. എല്ലാ രാജ്യങ്ങളുടെയും ഇതവിടെ ശ്മശാനത്തിൽ വന്നൊരു കിടപ്പുണ്ടാവും. അല്ല, ഇതൊക്കെ അവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പൊടിയായിട്ട് മാറും. നമ്മൾ ഉൽക്കകളൊക്കെ എന്ന് പറയുന്നത് കത്തിച്ചാമ്പലായിട്ട് പുറത്തേക്ക് വരുമ്പോൾ താഴത്തേക്ക് നമ്മുടെ പിന്നെ അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോഴത്തേക്കും ഒന്നും കാണാൻ പറ്റാത്ത പൊടിയായിട്ട് മാറും. ഇൻസാറ്റ്, എപ്പിസ്റ്റാറ്റ് അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ? അവരൊക്കെ ആരാ? ഇൻസാറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സാറ്റലൈറ്റ് എന്നാണ്. എല്ലാ സാറ്റലൈറ്റുകൾക്കും അവരുടേതായ രാജ്യത്തിന്റെ യൂറോപ്യൻ സാറ്റലൈറ്റ്. ഞാനൊക്കെ ആദ്യം വർക്ക് ചെയ്ത് ഇന്ത്യൻ സാറ്റലൈറ്റേ അല്ല, യൂറോപ്യൻ സാറ്റലൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. അതിന് 2 ക്യാമറ, ഒന്നിവിടെയും ഒന്നിവിടെയും തിരിഞ്ഞു നോക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കാം, ഇവിടെ നിങ്ങൾ നോക്കാം. അത് നോക്കുമ്പോൾ എനിക്ക് 3 ഡയമെൻഷൻ കാണാൻ പറ്റും. അത് ഈ പറഞ്ഞ നമ്മളെ എർത്തിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു നമ്മൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ എർത്ത് നോക്കുകയാണെങ്കിലും എർത്തിന്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ കറങ്ങുന്ന ഷേപ്പ്. ആ ഒരു വീഡിയോ എങ്ങനെയായിരിക്കും? അപ്പം അതൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം നമുക്ക് ഈ ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ് എന്ന് പറയുന്ന മുകളിൽ നിൽക്കുന്ന സാറ്റലൈറ്റ് ഉണ്ടല്ലോ, അത് സ്ഥിരമായിട്ട് എടുക്കുന്ന പടം ഏത് തരത്തിലും നമുക്കതിനെ
ഓക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറെ പീസുകൾ എടുത്തിട്ട് പിന്നെ ബാക്കിയൊക്കെ സിമുലേറ്റഡ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ അതല്ലാതെ ആ ഒരു പടം എടുക്കാൻ പറ്റുന്ന ഒരു സാറ്റലൈറ്റ് നമ്മൾ ഏത് ജിയോ സിങ്ക്രണൈസ്ഡ് ആയാലും അതിന് കവറേജ് എന്ന് പറയുന്നത് ഒരു 3000 കിലോമീറ്റർ 6000 കിലോമീറ്റർ ആണ്. 6000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയായി. നമ്മളിപ്പോ സ്പേസ് സിനിമാസിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവിടെ കൂടെ നോക്കുമ്പോൾ ഭൂമി ഇങ്ങനെ നിൽക്കുന്ന അതേ സാധനം നമ്മളിപ്പോ സാധാരണ 0.5x എടുത്താലും 3x എടുത്താലും കാണാൻ പറ്റുന്നത് പോലെ അതിലും നമുക്ക് ചില ക്യാമറകൾ വളരെ വൈൽഡ് ഫീൽഡ് ഓഫ് വ്യൂ ആയിട്ട് ഫുൾ കാണാൻ പറ്റുന്നതും ഉണ്ട്. ഈ ആര്യഭട്ടയാണല്ലോ നമ്മൾ ആദ്യമായിട്ട് അയക്കുന്നത്. ആര്യഭട്ടയുടെ ഒരു ഇന്റൻഷൻ എന്തായിരുന്നു? ആര്യഭട്ട എന്തൊക്കെയാ ചെയ്തേ? നമ്മൾ ആ സമയത്തൊക്കെ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു സാധനം ഔട്ടർ സ്പേസിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതെ, റോക്കറ്റ് എങ്ങനെ അയക്കാം എന്നുള്ളതാണ്. അന്നത്തെ റോക്കറ്റ് എന്നൊക്കെ പറയുന്നത് ചുമലിൽ കൊണ്ടുപോകുന്ന കലാമൊക്കെ ചുമലിൽ കൊണ്ടുപോകുന്ന സൈക്കിളിൽ കൊണ്ടുപോകുന്ന ഫോട്ടോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ വെച്ച് തുടങ്ങിയതാണ്. ഇനി ഇത് മാത്രമല്ല, ഇതേ റോക്കറ്റ് സയൻസ് ഇപ്പൊ കലാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ നിന്നും ഡിഫൻസിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹം ചെയ്ത് ഇതേ റോക്കറ്റ് ഉപയോഗിച്ചിട്ട് ഇവിടെ സാറ്റലൈറ്റ് വെക്കുന്നതിന് പകരം ബോംബ് വെച്ചാൽ അത് മിസൈലായി. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ സർഫസ് ടു സർഫസും സർഫസ് ടു എയറും സർഫസ് ടു ഷിപ്പും സീ ടു സർഫസും ഒക്കെ മിസൈലാക്കി മാറ്റുന്നത്. ഇതിനൊക്കെ ബേസിക് പ്രിൻസിപ്പിൾ സെയിം. ട്രജക്ടറി മോഷൻ ആണ്, കൺട്രോളബിൾ ആണ്. ഇത് റോക്കറ്റ് ആണ്, അതിന് ബൂസ്റ്റർ ഉണ്ടാവും, എത്ര ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും. ഇനി ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്യൂൽസ് ഒക്കെ മാറ്റിയിട്ട് നാളെ നമ്മൾ ന്യൂക്ലിയർ ഉപയോഗിച്ചാൽ അൺകൺട്രോളബിളി ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും. അതും ഉപയോഗിക്കാൻ ഉള്ള ശ്രമങ്ങളും ഒക്കെ നടക്കും. എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഓരോ സാറ്റലൈറ്റ് ഉണ്ടാക്കുന്ന ഇപ്പൊ ഞാൻ എടുക്കുന്ന പടം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അനുസരിച്ച് അതിന് ഡിഫറെന്റ് പേരുകൾ. ഇപ്പൊ ഓഷൻ സാറ്റ് എന്ന് പറഞ്ഞാൽ ഓഷനിൽ എനിക്ക് ഫിഷ് എവിടെയാ കിട്ടുക കണ്ടുപിടിക്കുക. കാരണം ടെമ്പറേച്ചർ തണുപ്പും ചൂടും ഇല്ലാത്ത ഒരു ബൗണ്ടറിയിലാണ് എപ്പോഴും ഫിഷ് പോയിട്ട് സെറ്റിൽ ചെയ്യുക. അപ്പൊ ആ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാം ടെമ്പറേച്ചർ നോക്കിയിട്ട്. അതിനുള്ള സാറ്റലൈറ്റ് ആണ് ഓഷൻ സാറ്റ്. അങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ട് കാർട്ടോസാറ്റ് എന്ന് പറഞ്ഞാൽ മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള സാറ്റലൈറ്റുകളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, ഇത് നമ്മൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓരോ നെട്ടും ബോൾട്ടും ഉണ്ടാക്കുന്നത് 180ഓളം കമ്പനികൾ ഇന്ത്യയിൽ നമ്മൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. ഓരോ നെട്ട് ഉണ്ടാക്കുന്നതും ഇപ്പോൾ ഗോദ്രേജ് ഉണ്ട്, LNT ഉണ്ട്, പല കമ്പനികളും ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു നെട്ട് ഉണ്ടാക്കും. ഈ ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ടോപ്പാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക, ഈ ഒരു ക്ലിപ്പാണ് വേണ്ടത്. ഈ ഒരു ക്ലിപ്പ് മാത്രം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ പേന ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ക്ലിപ്പ് ഞാൻ 10 ഉണ്ടാക്കും. കാരണം ഇതൊക്കെ ചില്ലറ പൈസയേ ഉള്ളൂ. 1 ഉണ്ടാക്കിയാലും 10 ഉണ്ടാക്കിയാലും ഞാൻ കോൺട്രാക്ടർക്ക് ഗിവ് മീ 10, എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുക. അങ്ങനെ 1 ഉണ്ടാക്കാൻ എനിക്കൊരു 600 കോടി വേണമെന്ന് വിചാരിക്കുക. അടുത്തത് ഉണ്ടാക്കാൻ 600 കോടി വേണ്ട, കാരണം ഇതൊക്കെ സ്പെയർ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. അതൊക്കെ കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഉണ്ടാക്കാൻ വലിയ പണിയുണ്ടോ? അങ്ങനെയാണ് നമ്മളിപ്പം എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 10 ഉണ്ടാക്കി വെക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അവിയൽ ഉണ്ടാക്കുന്ന പോലെ, ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കുന്ന പോലെ അത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാറ്റലൈറ്റ് വെക്കുന്ന പോലെ ഇപ്പം നമ്മൾ കമേഴ്ഷ്യലായിട്ട് പല രാജ്യങ്ങളോടും പറയും, നിങ്ങൾക്ക് വല്ലതുണ്ടെങ്കിൽ ഞങ്ങൾ അയച്ചോളാം, എന്തായാലും അയക്കേണ്ടത്. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്.